എല്ലാവരും അവരവർക്ക് അറിയാവുന്ന ഉത്തരം എഴുതിയാൽ മതി. ആരെങ്കിലും കോപ്പി അടിക്കുന്ന ക്ലാസിന്റെ പുറത്തു കൊണ്ടിരും. ഞാൻ സ്റ്റാഫ് റൂം പോയിട്ട് വരാം. പിന്നെ രണ്ടുപേർക്ക് ഒരേ കളിയാടാ ആണെന്ന് തോന്നുന്നു. ഒരു കടിക്ക് രണ്ട് പക്ഷി. എടാ നാളെ രാവിലെ സിനിമയ്ക്ക് പക്ഷെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കൂല, പറ്റൂല. ക്ലാസ് കട്ട് ചെയ്ത് പോവാന്ന്. എടാ പറഞ്ഞോളൂ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. റെഡി? കുറച്ച് പേഴ്സണലാ. നിങ്ങൾ പൊക്കോ, എനിക്ക് വിഷ്ണുവിനോട് സംസാരിക്കാനുള്ളേ. നീ പോ. ഞാൻ വന്നോളാം. ശരി എന്നാൽ പോടാ. എന്തായിരിക്കും ഇവിടെ കാര്യം? ആണോ? എന്തടി അമരോട് വെയിറ്റിംഗാ. നീ കാര്യം പറ. അത് നിന്നോട് കുറച്ച് നാളായി ഞാൻ പറയണമെന്ന് വിചാരിക്കുന്നു. എന്താ കാര്യം? എനിക്ക് നിന്നൊരാൾ ഇഷ്ടമാണെന്ന് പറയാൻ പറഞ്ഞു. ഇതാർന്നോ? ഇപ്പൊ എന്താ കിട്ടിയാനെ? നീ എന്താ വിചാരിച്ചേ ഞാൻ നിന്നെ പ്രേമിക്കാൻ പോവാണെന്നോ? അല്ല അങ്ങനല്ല. എടാ നീ എന്റെ ബ്രോ അല്ലേടാ. എന്താ നിന്റെ അഭിപ്രായം? അത് നീ വിട്. നീ പെൺകുട്ടിയാണെന്ന് പറ. ഓ ചെക്കൻ്റെ ഒരു ധൃതി കണ്ടില്ലേ? അതൊക്കെ പറയാം, ചെലവുണ്ട്. നിന്റെ ഒരു ചെലവ് നീ പറ പ്ലീസ്. ആദ്യം ചെലവ്, അത് കഴിഞ്ഞാ പറയുള്ളൂ. നീ പറയണ്ടോ? ടീന, ടീന നിക്ക് പ്ലീസ്. നീ പറഞ്ഞിട്ട് പോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, പ്രസംഗത്തിലായാലും എഴുത്തിലായാലും ശരി, മറ്റുള്ളവരെ ആകർഷിക്കുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കുക എന്നത് ഒരു കലയാണ്. മറ്റുള്ളവരെ ആകർഷിക്കുക, മറ്റുള്ളവരെ, അതാണ് പ്രസംഗകല. അതായത് അമേരിക്കയിലെ മുൻ പ്രസിഡന്റായിരുന്ന മഹാനായ ആരുടെ കക്ഷി? ലവ് മാറ്റർ വല്ലതാണോ? മറുപടി ഉടനെ പ്രതീക്ഷിക്കുന്നു. ചെയ്യാൻ കഴിയുമോ? അവിടെ ഒരു ലാളിത്യമുണ്ട്. അവിടെ ലാളിത്യമുണ്ട്. എവിടെ ലാളിത്യമുണ്ട്? ഭാഷയിൽ. മലയാള ഭാഷയിൽ ലാളിത്യമുണ്ട്. നിന്റെ കയ്യിൽ എന്താണ്? നിന്റെ അച്ഛനാടാ പട്ടി. ചിരിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതാരെഴുതിയ? ചോദിച്ചത് കേട്ടില്ലേ? ഇത് ആരെഴുതിയതാണെന്ന്? വിഷ്ണു ആണ്. വിഷ്ണു. സ്റ്റാൻഡ് അപ്പ്. ഇത് നീ എഴുതിയാണോ? ആണെന്നാ തോന്നണേ. ആണോടാ? ഇത് നീ എഴുതിയാണോന്ന് ചോദിച്ചാൻ. നിന്റെ അച്ഛനാടാ പട്ടി. ഇതെല്ലാം മലയാളം ശരിയല്ല. ഇതെല്ലാം മലയാളം ശരിയല്ല. അല്ല, നിന്റെ അച്ഛനാടാ പട്ടി. ഒന്നില്ലെങ്കിൽ നിന്റെ അച്ഛൻ പട്ടി, അല്ലെങ്കിൽ നിന്റെ അച്ഛൻ ആട്. ഇത് നിന്റെ അച്ഛനാടാ പട്ടി എന്നാണ്. ഇവനെയൊക്കെ മലയാളം പഠിപ്പിക്കണ എന്നെ വേണം തല്ലാൻ. അയ്യോ വേണ്ട. അവള് പറയണ കേട്ട് കാത്തിരിക്കണ നമ്മളാണ് മണ്ടന്മാര്. ഞാൻ എനിക്ക് ടിവിയിലെ ബോക്സിംഗ് ഉണ്ട്. വിഷ്ണു, നിന്റെ അച്ഛനെ തല്ലല്ല കളിയല്ലേ? എന്താണ്? എന്തടി? ടീന തരാൻ പറഞ്ഞതാ. നാളെ പറയാമെന്ന് ടീന. തീരുമാനായില്ലേ? നമുക്ക് പോവല്ലേ? വിഷ്ണു. ആടാ ടീന പറഞ്ഞ ആ കുട്ടിയില്ലേ, അതെന്നല്ല ആരായിരിക്കും?
നിനക്ക് വല്ല ഐഡിയ ഉണ്ടോ? ആ അറിയാടാ. ആണോ? ഒന്ന് പറടാ എന്നാ. പറയാം. സണ്ണിലാണ് അടവ് പോയത്. വെച്ചിട്ട് പോടാപ്പാ. ഇവന്റെ കാര്യം ചെയ്യുമ്പോ മര്യാദ എന്താ കളിക്കരുത്. എന്നോട് കളിക്കാൻ ചെയ്യടാ മസാജ്. നിനക്ക് എന്നാത്തിന്റെ കളിയാണ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കില്ല. എല്ലാം കൊളമാക്കി. അയ്യേ അവന്റെ ഒരു ഉറക്കം ഒന്ന് പോടാ. ഈ തെണ്ടി മുടി വെട്ടിയാലേ കുടിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യാം. എന്റെ കൂടി ഇപ്പൊ തന്നെ കേട്ടോ. പിടിക്ക് പിടിക്ക്. സൈലൻസ് സൈലൻസ്. എന്താ ഇത് ചന്തേ? ആ ഇന്ന് മുതൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ഒരു പുതിയ ടീച്ചറാണ്. സ്നേഹ ടീച്ചർ സർക്കാർ സർവീസിൽ ജോലി കിട്ടിപ്പോയി. എന്താണ് നിങ്ങൾ ടീച്ചറോട് ചെയ്തതെന്നൊക്കെ എനിക്കറിയാം. ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ക്ഷമിച്ചാണ്. ആ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത്. സ്വഭാവം മാറ്റിയ സാറ് നന്നായി. എന്തുമാ നീ വല്ലതും പറഞ്ഞാ? ഞാനൊന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല. ഞാനൊന്നും പറഞ്ഞില്ല. ദേ സെയിം തല തൻ്റെ മോനാണോ? പിള്ളേരോടൊരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. നിങ്ങൾ 5 പേരും നല്ല നടപ്പിന് നടന്നു. നിങ്ങളെക്കുറിച്ച് പ്രിൻസിപ്പൽ ടീച്ചറോട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു. സ്നേഹ ടീച്ചറോട് കാണിച്ച നമ്പറൊന്നും ഈ ടീച്ചർ എടുത്ത് നടക്കില്ല മക്കളെ. എന്നാ അടിയൻ അങ്ങോട്ട് പോട്ടെ. ശരി പോയിക്കോ. ഉത്തരവ്. എടാ ഇങ്ങനെട്ടൊരു പണിയോട് നീ പുതിയത് എവിടെ നിന്നായിരുന്നല്ലോ എന്തെങ്കിലും ആണാവോ? എന്താണ് എന്താ ചിരിക്കണേ? എടാ പുതിയൊരു ഐറ്റം വരണ്ടാ.